IPL-ൽ താര കൈമാറ്റത്തിലൂടെ സഞ്ജു സാംസനെ സ്വന്തമാക്കി ചെന്നൈ സൂപ്പർ കിങ്സ്. രവീന്ദ്ര ജഡേജയ്ക്കും സാം കരനും പകരമായാണ് സഞ്ജു ചെന്നൈയിലേക്ക് എത്തുന്നത്. ഒടുവിൽ ആ പ്രഖ്യാപനമെത്തി. സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൽ. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് സഞ്ജു സിംഹത്തിന്റെ മടയിലേക്ക്. രാജസ്ഥാനിൽ വളർന്ന് രാജസ്ഥാനെ വളർത്തി ഒടുവിൽ സഞ്ജു ജയ്പൂർ വിട്ടു. ഇനി ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ ചെപ്പോക്കിലെ മൈതാനത്ത് ഇതിഹാസ താരം MS ധോണിയോടൊപ്പം പാഡണിയും. IPL 19 സീസൺ മുന്നോടിയായാണ് ചെന്നൈയും രാജസ്ഥാനും താര കൈമാറ്റം നടത്തിയത്. സഞ്ജുവിനു പകരം ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർമാരിലൊരാളായ രവീന്ദ്ര ജഡേജയെയും സാം കരനെയുമാണ് ചെന്നൈ രാജസ്ഥാന് കൈമാറിയത്. ഇരു താരങ്ങളുടെയും സമ്മതപ്രകാരമാണ് രാജസ്ഥാന് താരങ്ങളെ കൈമാറിയതെന്ന് CSK MD കാശി വിശ്വനാഥൻ അറിയിച്ചു. ചെന്നൈക്ക് ആവശ്യം ഒരു ഇന്ത്യൻ ടോപ്പ് ഓർഡർ ബാറ്ററിയാണെന്നും അത് ലേലത്തിൽ സ്വന്തമാക്കാൻ സാധിക്കില്ലെന്നും അതുകൊണ്ടാണ് സഞ്ജുവിനെ ട്രേഡിലൂടെ സ്വന്തമാക്കിയതെന്നും കാശി വിശ്വനാഥൻ പറഞ്ഞു. The team management felt the need of a top order Indian batsman, and since not many Indian batsmen are going to be available at the auction, Sanju has been one of the most experienced IPL batsmen, having scored more than 4,500 runs. And he has also been leading Rajasthan Royals. He has the experience, and he's only around 30 years. So we thought that he will be a good addition for CSK. രാജസ്ഥാൻ റോയൽസിനും ഡൽഹി ഡയർ ഡെവിൾസിനുമായി 13 സീസണുകളിൽ 4704 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. സഞ്ജുവിനായി വേർപിരിയലിൽ വൈകാരിക കുറിപ്പും രാജസ്ഥാൻ പങ്കുവച്ചു. ചെന്നൈയുടെ ദളപതിയെ കൈവിട്ടാണ് സഞ്ജുവിനെ CSK സ്വന്തമാക്കിയത്. 2012 ചെന്നൈയിലെത്തിയ ജഡു CSKയുടെ അഭിവാജ്യ ഘടകമായിരുന്നു. ജഡേജ രാജസ്ഥാനിലേക്ക് എത്തുന്നത് ഇതാദ്യമല്ല. പ്രഥമ IPL കിരീടം നേടിയ റോയൽസ് ടീമിൽ അംഗമായിരുന്നു ജഡേജ. 36-കാരനായ ജഡേജ 2024 T20 ലോകകപ്പിന് ശേഷം അന്താരാഷ്ട്ര T20യിൽ നിന്ന് വിരമിച്ചിരുന്നു. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.